ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാൻ ഷാജഹാൻ മാമ. നമ്മൾ പള്ളിക്കുളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും വിഷയങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ തുടർ നടപടികൾ എന്നുള്ള രീതിയിൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് പഞ്ചായത്ത് എന്നുള്ള ഭാരവാഹികളും അതേപോലെ തന്നെ വാർഡ് മെമ്പർമാരായ അനീസ് ബാബു, അതേപോലെ ഷരീക്കത്ത്, ജാബിർ, പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെല്ലാവരും വന്ന് കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ട് നമ്മൾ കാണിച്ചു കൊടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശദമായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ മാറ്റി അടിയിൽ നിന്ന് ഫൗണ്ടേഷൻ രീതിയിൽ തന്നെ മാറ്റം വരുത്തിക്കാണ്ട് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് പൂർണ്ണമായിട്ട് 100% സക്സസ് ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ തുടർ നടപടികളുമായിട്ടുള്ള വർക്കുകളും മറ്റുള്ളതുമായിട്ട് അടുത്ത വീഡിയോകളിൽ ബാക്കി കാര്യങ്ങൾ വിശദമായിട്ട് പറയുന്നതാണ്. അതേപോലെ എല്ലാവരും ഒരു നാടിൻ്റെ ഐക്യത്തിനായി നല്ല രീതിയിൽ നല്ലൊരു സംരംഭത്തിനായിട്ടുള്ള നമ്മുടെ നാടിൻ്റെ ഒരു പുരോഗതിക്കായിട്ട് ഐക്യപ്പെട്ട് കൂടെ നിൽക്കുക. രാഷ്ട്രീയം മറ്റുള്ളതൊക്കെ ഇലക്ഷൻ വരുന്ന സമയത്തേക്ക് മാറ്റി വെക്കാം. നമുക്ക് ഏതായാലും തുടർ കാര്യങ്ങളുമായിട്ടുള്ള ഇതിൻ്റെ കാര്യങ്ങൾ വിശദമായിട്ട് പറയുന്നതിന് വേണ്ടി നമുക്ക് ബാബുവിൻ്റെ വോയിസിലേക്ക് പോകാം. ബാക്കിയുള്ള വിശദ വീഡിയോകൾ അടുത്ത വീഡിയോകളിൽ ഉൾപ്പെടുത്താം. തുടർ ഇന്നലെ മിഞ്ഞാന്നൊക്കെയായി നടന്ന പള്ളിക്കുളവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നമ്മളെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കോൺട്രാക്റ്റായിട്ട് നമ്മൾ വിളിച്ചു വരുത്തി കാര്യങ്ങൾ നേരിട്ട് അവരെ ബോധ്യപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ മാറ്റം വരുത്തേണ്ട രീതിയിൽ വർക്കുകൾ ഇറക്കുക എന്നുള്ളത് അവർക്ക് നേരിട്ട് കാണിച്ചു കൊടുത്ത് നമ്മൾ തന്നെയാണ് കുറ്റടിച്ച് 100 പിടിച്ചു കൊടുത്ത് ആ ഹോസ്പിറ്റലിൻ്റെ റോഡ് പോകുന്ന ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിൻ്റെ ഭാഗത്തുള്ള കെട്ട് പൂർണ്ണമായിട്ട് പൊളിച്ച് രണ്ടാമത് കെട്ടാനും മറ്റുള്ള ഭാഗത്തുള്ള കിളിക്കോട്ടെ തൊടിൻ്റെ ഭാഗത്തെ ഉള്ള കെട്ട് ഉള്ളത്തെ കെട്ടിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. ആ കെട്ട് ഏകദേശം ഒരു 5-6 മീറ്റർ കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗം ഉള്ളിൽ കഴിച്ചിട്ട് കെട്ടാനും അതിനുള്ള എമൗണ്ട് നേരത്തെ നിശ്ചയിച്ച പ്രകാരമുള്ള വർക്കിന് ഏതെല്ലാം വർക്കുകളാണ് ഒഴിവാക്കേണ്ടത് വെച്ചാൽ ഈ ഒരു എമൗണ്ട് ഈ ഒരു വർക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് വെച്ചിട്ട് എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്ത് പ്രൊജക്റ്റ് ഉണ്ടാക്കാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ 7 ഓഫീസർ അടക്കമുള്ള വിളിച്ചു വരുത്തി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യാം. പിന്നെ ബാക്കിയുള്ള വർക്കുകൾ നിലവിൽ പ്രൊജക്റ്റ് മാറുമ്പോൾ നേരത്തെ നിശ്ചയിച്ച പ്രകാരമുള്ള വർക്കുകൾക്ക് ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളത് ഈ അടുത്ത റിവിഷൻ വരുന്ന സമയത്ത് ഫണ്ടിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് നമുക്ക് വെക്കാമെന്ന് അതനുസരിച്ച് ലെവലുള്ള കോൺട്രാക്ടറോട് ഈ വർക്കുകളൊക്കെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഫണ്ടിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് നമുക്ക് പണി പൂർത്തീകരിക്കാം. ഓക്കെ. ഇപ്പം നിലവിൽ നമ്മൾ വെച്ച ഫണ്ടിനനുസരിച്ച് താഴെ ഭാഗത്തുനിന്ന് പണി വെച്ചത് അത് കഴിഞ്ഞ ശേഷം മുകൾ ഭാഗം എടുക്കാനുള്ള വർക്കുണ്ടാകും. എസ്റ്റിമേറ്റ് എടുത്ത് പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിയ വർക്കുകൾ അപ്പോൾ കുറച്ച് കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ബാക്കിയുള്ളതിന് നമുക്ക് ഈ റിവിഷനിൽ ഫണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ റിവിഷനിൽ വെച്ചിട്ട് ഈ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ. എന്തെങ്കിലും ഫണ്ടിൻ്റെ ലഭ്യത കുറവോ വേറെ എന്തെങ്കിലും തടസ്സങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ലഭ്യത കുറവാണ് മെയിനായിട്ട് നമുക്ക് കാണേണ്ട തടസ്സങ്ങളുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം മഴ പെയ്താലും നമുക്ക് ബുദ്ധിമുട്ട് ഇതിനുണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ റിവിഷനിൽ ഞാൻ ഈ റിവിഷൻ വരുന്ന സമയത്ത് ഫണ്ട് വെച്ചിട്ട് ആ പ്രൊജക്റ്റ് ബാക്കി നമ്മൾ പറഞ്ഞ രീതിക്ക് ഈ ഉള്ള പടവ് താഴെ ഭാഗത്തെ പടവാണെന്ന ഫൗണ്ടേഷൻ വരുന്നത് അതിപ്പോൾ തൽക്കാലത്തിനുള്ളത് മാറ്റി ചെയ്യാനുള്ളത് പ്രൊജക്റ്റ്. അതായത് ഈ കെട്ടാണ് പൊളിച്ചിട്ട് പാലകത്തുമ്പോൾ രണ്ടാമത് ലെവലിൽ കെട്ടുക. ഇപ്പൊ നിലവിലുള്ളത് പറഞ്ഞാൽ വർക്ക് ഇത് ഫുള്ള് കെട്ടിയിട്ട് പൊളിച്ചിട്ടില്ല, കെട്ടിയിട്ടില്ല. അപ്പൊ അത് ഫുള്ളായിട്ട് ആ തലക്കന്ന് ഈ തല വരെ പൊളിച്ച് കെട്ടാം. ഇവിടെ ലെവലുണ്ടല്ലോ ആ പൈപ്പ് വരെ അത് കഴിഞ്ഞ ശേഷം പൊളിക്കാം. ഇതുവരെ ഉള്ളത് കറക്റ്റാണ്. അവിടെ അങ്ങോട്ടുള്ള പുതിയത് പൊളിച്ചിട്ട് പുതിയതായിട്ട് വീണ്ടും കെട്ടുക. അതിപ്പോഴത്തെ നമ്മളുള്ള പദ്ധതിയിൽ ഫണ്ട് അത് അതിന് ഉപയോഗിക്കും. അപ്പൊ കുറച്ച് ഭാഗം മേലത്തെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വരും. പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് വേറെ ഫണ്ടില്ല. ബെൽറ്റ് മൊത്തം ബെൽറ്റ് മൊത്തം അല്ലെ 3 അല്ലെ ആ ബെൽറ്റ് ഫുള്ള് അല്ല നമ്മള് സ്റ്റെപ്പ് ഉണ്ടല്ലോ അതിന് ഫണ്ട് നോക്കണം. ഇതിന്മേ മാക്സിമം എന്തായാലും സ്റ്റെപ്പിൽ ഉണ്ടാവുകയല്ലേ അല്ലേ, അത് നോക്കണം. ആ ഫൗണ്ടേഷൻ വെച്ചോളി, പ്രശ്നമില്ല. നിലവിൽ ഇവിടെ പുതിയ സ്റ്റെപ്പ് അതിന് ഹാൻഡ് റെയിൽ അതിന് അത്യാവശ്യം സ്റ്റെപ്പുകൾ വരും. അതായത് കുത്തനെ പറ്റൂല വെച്ചിട്ടുണ്ട് പ്രായമുള്ളവർക്കൊക്കെ ഇറക്കി കൊടുക്കണം. പിന്നെ അവിടെ നമ്മളുള്ള സ്റ്റെപ്പ് ഉണ്ടല്ലോ മുകളിലത്തെ അതിന്റെ അപ്പുറത്തേക്ക് അഡീഷണൽ ഒരു സ്റ്റെപ്പും കൂടിയാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ മഴക്കാലം വിഷയങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ 2 ആക്കാൻ പറ്റും നോക്കണുണ്ട്. അങ്ങനെയാണ് ഈ 2 സ്റ്റെപ്പ് അവിടെ ഇട്ടിട്ട് ഉള്ള ആ ഫസ്റ്റ് ലെയർ ഉണ്ടല്ലോ അതുവരെയുള്ള സ്റ്റെപ്പ് ഫുള്ള് കംപ്ലീറ്റ് നമ്മൾ ടൈൽസ് ഒട്ടിക്കാനും അവിടെ നിക്കിൾ ചെയ്ത ഹാൻഡ് റെയിൽ കൊടുക്കാനാണ് ഈ പ്രൊജക്റ്റിലുള്ളത്. ഇനി ഞാൻ പറഞ്ഞല്ലോ എത്ര നമ്മൾ പ്രൊജക്റ്റിലുള്ളതാണെങ്കിലും ശരി ഈ ഒരു വർക്ക് ഇപ്പോൾ നിലവിൽ ക്ലിയർ ആയിട്ട് ചെയ്യാൻ ഉപയോഗിച്ചതിൻ്റെ ഫണ്ടിൻ്റെ ബാക്കിക്ക് അനുസരിച്ചുള്ള ഫണ്ട്
കണ്ടേക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അല്ല ഇത് അടിഭാഗം നന്നായിക്കോട്ടെ വെച്ചിട്ടാണ് നമ്മൾ ആ അത് അടുത്ത പണ്ട് മേലേക്ക് വെച്ചാൽ മതി. പിന്നെ അവിടെ മുകളിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഈ അടുത്തത് വെള്ളത്തിന്റെ മേലെ പ്രശ്നം മറച്ചിലാണ് ഉണ്ടാകുന്നത്. അല്ല ആ മനസ്സിലാണ് നമ്മൾ സ്റ്റെപ്പ് പറഞ്ഞത്. ആ സ്റ്റെപ്പ് ഇടുന്നത് അപ്പുറം ഇപ്പുറം ആക്കാൻ പറ്റുമോ? അതായത് ഒന്നുകൂടി ആ സെന്ററിൽ അതായത് നിലവില് നമ്മൾ ലെവലുണ്ടല്ലോ റോഡിന്റെ ലെവല് അത് കഴിച്ചിട്ട് സ്റ്റെപ്പ് ഇടുന്നത്. ഇനി അത് നമുക്ക് എന്ത് ചെയ്യണം? അത് നമ്മൾ ഒരു സ്റ്റെപ്പ് അല്ലെ ആ ഒരു സ്റ്റെപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഏറെക്കുറെ വിഷയം തീരുന്നുള്ള അന്നത്തെ കാഴ്ചപ്പാട്. ഞാൻ പറയണം ഇങ്ങോട്ട് വരുന്നത് അയിമന്ന് കയറിയിട്ട് നമ്മളെ മെയിൻ ബോർഡർ 3 സ്റ്റെപ്പ് താഴേക്കുള്ളതാണ് വരുന്നത്. ഒരു സ്റ്റെപ്പിന് വരും മുതൽ നിന്നാൽ മതിയോ? മതിയാവില്ലേ? ഒരു സ്റ്റെപ്പ് അങ്ങോട്ടാണ് ഒരു സ്റ്റെപ്പിന് അല്ല ഇപ്പൊ നമ്മൾ നിലവിൽ കാണുന്നത് 2 സ്റ്റെപ്പിന് രണ്ട് സ്റ്റെപ്പ് ഇടുകയാണെങ്കിൽ ഒരു സ്റ്റെപ്പ് അവിടെ പക്ഷേ ഉയരം പൊങ്ങാണല്ലോ ഒരു 2 സ്റ്റെപ്പിന്റെ ഉയരം പൊങ്ങി. പക്ഷെ ഇതിൽ വേറെ വിഷയമുണ്ട്. നമ്മളതിന് സ്റ്റെപ്പ് പൊങ്ങി വെച്ച് റോഡ് നമുക്ക് കയറാൻ പറ്റില്ല. റോഡ് വീതി ഇവിടുത്തെ സ്റ്റെപ്പിന് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അല്ല നമ്മളെ ഒരു സ്റ്റെപ്പ് പണി വരും. അല്ല ഒരു സ്റ്റെപ്പ് അവിടെ നിന്ന് പോയി വെക്കാം. ഒരു സ്റ്റെപ്പ് ഇട്ടിട്ട് നമ്മൾ ഐറ്റം കൊണ്ട് കിട്ടുമോ നോക്കുക. ഇല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടി ഒരു 8 കൂടിക്കോളി മാക്സിമം. അത് മതിയാവും. ഒരു വെട്ടലിന്റെ കനം കിട്ടിയാൽ മതി. ഒരു സ്റ്റെപ്പ് ഒരു വെട്ടലിന്റെ കനം കിട്ടിയാൽ മതി. സ്റ്റെപ്പിന്റെ ഇനി അഥവാ അങ്ങോട്ട് ഇറങ്ങാൻ അങ്ങോട്ട് സ്റ്റെപ്പ് റോഡിൽ പോകാൻ പറ്റില്ല. അതങ്ങനെ ചെയ്യാം. അത് നമ്മുടെ നിലവിലെടുക്കുന്ന പ്രൊജക്ട് തന്നെ മതിയാവും. പിന്നെ രണ്ടാമത് വലിയൊരു കാര്യം നമ്മളെ ഈ ഗ്യാപ്പ് മണ്ണിടനല്ലേ മണ്ണിടനല്ലേ ഈ ഗ്യാപ്പ് അത് 30 സ്റ്റെപ്പ് ചെയ്ത് പോകുന്നില്ല. അതായത് നിലവില് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ എത്തുമ്പോൾ ഇത് മണ്ണ് കണ്ടിയത് മണ്ണ് ഫില്ലിങ് വേണം. പ്രിയങ്ക അവിടെ പൊട്ടിച്ചു കൊടുത്താണ്ട് ഇറങ്ങൂലേ? ഇത് ഒട്ടിക്കണ്ട. ഇതിലുള്ള വഴി മുടങ്ങൂലേ? കോൺക്രീറ്റ് നിങ്ങളതൊന്നും വേണ്ട. ഒന്നും വേണ്ട. ഇങ്ങനെ ഫില്ല് ചെയ്ത് ഇപ്പൊ കെട്ട് ഇങ്ങനെ വരുന്നതനുസരിച്ച് നീ കിട്ടും. ആ മണ്ണൊക്കെ അതൊക്കെ നീക്ക് പറ്റിയ മണ്ണേക്കാറ്. അവിടെ ഉള്ള മണ്ണുകൾ അപ്പുറത്തുള്ള ആ മണ്ണും പറ്റും. ഇവിടെ നിൽക്കാനും സൗകര്യമാണ്. അങ്ങനെ ഫില്ല് ചെയ്ത് പോന്നോട്ടെ. അല്ലെങ്കിൽ കോൺക്രീറ്റ് പിന്നെ പൊട്ടി ഇതിപ്പോ അവിടെ പൊട്ടി കിടക്കണ്ടേ? ഇപ്പൊ അത് മാത്രമല്ല നമുക്കിപ്പോ ഈ ഒരു വർഷം കഴിഞ്ഞാൽ ഈ ഒരു മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇതിലേക്കാണ് ഫുള്ള് വെള്ളം. കാരണം ഈ ചുറ്റുമതിൽ ഇപ്പോൾ വന്നതാണ്. അന്ന് തന്നെ വെള്ളം അങ്ങോട്ട് ഒഴിഞ്ഞു പോയി. ഇപ്പൊ ഈ മതിൽ കെട്ട് കഴിയുമ്പോൾ അത് നമുക്ക് വേറെ വഴി എന്തെങ്കിലും തൽക്കാലം ഓളിട്ട് കൊടുക്കേണ്ടി വരും. ഓളിട്ട് കൊടുക്കാം. പിന്നെ പ്രൊജക്ട് നമുക്ക് കൊണ്ടുവരേണ്ടി വരും. അത് നമ്മൾ പറഞ്ഞു ഈ വർഷം നമുക്ക് ഫണ്ട് വെച്ചാണ് ഇത് ഉയർത്തുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് വെള്ളം പുറത്തേക്ക് പോകേണ്ടി വരുമല്ലോ. ഇവിടെ കെട്ടിക്കാൻ പറ്റുമല്ലോ. അങ്ങോട്ട് ശരിവാക്കുമ്പോൾ വേറെ പ്രശ്നമുണ്ട്. ഹോസ്പിറ്റലിൽ വെള്ളം കൊണ്ടുലാവും. അവമാണ് നമ്മൾ കാണാം. അങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട് ഇതിൽ. ഒന്നുകിൽ ഇവിടെ നമ്മൾ പുറത്തേക്ക് ഒരു പോകാനുള്ള സംവിധാനത്തെ കാണിച്ചു അത് നോക്കാം നമുക്ക്. ആയിക്കോട്ടെ ഏതായാലും അത് ഉഷാറാക്കി കേട്ടോ. ഓക്കെ.